ജൂൺ 1 മുതൽ കേരളത്തിൽ സിനിമാ സമരം. GSTക്കൊപ്പമുള്ള വിനോദ നികുതി സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്ന ആണ് സിനിമാ സംഘടനകളുടെ ആവശ്യം. സിനിമാ സംഘടനയുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. താരങ്ങളുടെ അടക്കം വലിയ പ്രതിഫലം കുറയ്ക്കണമെന്നും നിർമ്മാതാക്കൾ ആവശ്യപ്പെടുന്നു. മലയാള സിനിമ വൻ പ്രതിസന്ധിയിലാണെന്ന് ചലച്ചിത്ര നിർമ്മാതാവ് G. സുരേഷ് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കവേ അറിയിച്ചു. 176 ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. ജനുവരിയിൽ മലയാള സിനിമയുടെ തിയേറ്റർ നഷ്ടം 101 കോടിയാണെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു. തിയേറ്ററിൽ റിലീസായി 28 ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് രേഖാചിത്രം മാത്രമാണ്. കണക്കുകൾ പുറത്തുവിട്ടാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം. സിനിമ നിർമ്മാണ ചെലവിന്റെ 60% താരങ്ങൾക്കുൾപ്പെടെ പ്രതിഫലം നൽകാനാണ് ചെലവിടുന്നത്. ഒരു രീതിയിലും ഒരു നിർമ്മാതാവിന് സിനിമ എടുക്കാൻ സാധിക്കുന്നില്ല. താരങ്ങളുടെ പ്രതിഫലം മലയാള സിനിമയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവർക്കൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. സാങ്കേതിക പ്രവർത്തകരിൽ 60% പട്ടിണിയിലാണ്. സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ല. OTT കച്ചവടം നടക്കുന്നില്ല. OTT ആർക്കും വേണ്ട. സിനിമ നന്നായാൽ OTT ഒരു തുക പറയും, അതിൽ സിനിമ എടുക്കും. 6 മാസം കൊണ്ടും 10 മാസം കൊണ്ടുമാണ് അത് കിട്ടുക. ജൂൺ 1 മുതൽ പൂർണ്ണമായും സിനിമ നിർത്തുമെന്നുള്ളത് സംയുക്തമായ തീരുമാനമാണ്. നിർമ്മാണവുമില്ല, പ്രദർശനവുമില്ല. പുതിയ താരങ്ങളും സംവിധായകരും കോടികളാണ് ചോദിക്കുന്നത്. 30% നികുതി അടച്ച് ഏതെങ്കിലും വ്യവസായം മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നും ഭാരവാഹികൾ ചോദിച്ചു. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കില്ല. 50 ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമകൾ 150 ദിവസം വരെ പോകുന്നു. താരങ്ങൾ വാങ്ങുന്ന പ്രതിഫലത്തിന്റെ 10% പോലും തിയേറ്ററിൽ സിനിമകൾ നേടുന്നില്ലെന്നും G. സുരേഷ് കുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്.